ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നത് എഗ് പേപ്പർ ഫ്രൈ ആണ്. ഇതിൻ്റെ കൂടെ ഞാൻ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മസാല നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നത് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. കൂടാതെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. സോ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. സോ നമ്മുടെ ഈ ഒരു എഗ് പേപ്പർ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ആദ്യം കടായി നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം ആഡ് ചെയ്യാം. പെരിഞ്ജീരകം ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നമ്മൾ സാധാ ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവക ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂൺ നമ്മുടെ പെപ്പർ കോൺ കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വക എല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. മസാല നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം മിക്സി ജാറിലോട്ടാക്കി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് ഒരു 2 to 3 ടേബിൾ സ്പൂൺ നമുക്കിതിലോട്ട് ഓയിൽ ചേർക്കാം. സാധാരണ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്തോളൂ കേട്ടോ. ഇനി ഈ വക നന്നായിട്ട് നമ്മുടെ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ഒരു 5 to 10 വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് നന്നായിട്ടൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആയതിനു ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കരിവേപ്പില അധികം യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഇതിലോട്ട് ഇനി നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസിലുള്ള സവോളയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. സവോള ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. നോക്കിക്കോളൂ, ഏകദേശം നന്നായിട്ടൊന്ന് ഗോൾഡൻ ഷെയ്ഡായി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇനി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നിടം വരെ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാലക്കൂട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 2 to 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഒരു ഡ്രൈ ടെക്സ്ചർ ആവുന്ന സമയം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഡ്രൈ ടെക്സ്ചർ ആയതിനു ശേഷം കടായി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അതേ സെയിം അടുപ്പത്തോട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം കേട്ടോ. പാൻ വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബോയിൽ ചെയ്ത് എഗ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് 2 പീസസ് ആക്കി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഓയിൽ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം തിരിച്ചും മറിച്ചും വെച്ചിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് ഈ ഒരു എഗ്സ് എല്ലാം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമ്മൾ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നേ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രേവി ഈ ഒരു എഗ്സിൻ്റെ അതായത് മുട്ടയുടെ മേലെ കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം ഈ മസാലക്കൂട്ടും എഗ്ഗും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചും അതും കൂടെ വീണ്ടും ഒരു ഡ്രൈ ടെക്സ്ചറായി വരുന്നിടം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ മേലെ കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി വീണ്ടും നമ്മുടെ എഗ്ഗും മസാലയും കൂടെ തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഇതിലോട്ട് ഒരു ചെറിയ പീസ് നാരങ്ങ നീര് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ ഒരു മല്ലിയിലയും കരിവേപ്പിലയും മസാല എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും നമ്മളൊന്ന് മറിച്ചിട്ടതിന് ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ എഗ് പേപ്പർ ഫ്രൈ ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു എഗ് പേപ്പർ ഫ്രൈ നമുക്ക് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം പൂരി പൊറോട്ടയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ മസാലക്കൂട്ടൊക്കെ റെഡിയാക്കി ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ സ്പൈസി ടേസ്റ്റിവൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.